അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സൂത്രം കാണിച്ചു തരാം. ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ അവോക്കാഡോ. ഇവിടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ ഈ അവോക്കാഡോ ഇവിടെ 2-3 മരമൊക്കെ ഉണ്ട് കേട്ടോ. വയനാട്ടിൽ നമ്മുടെ വീട്ടിൽ 2-3 മരമൊക്കെ ഉണ്ട്. ചെറുതിൽ തീരെ ചെറുതാണ്, അത് വലുതാവുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് ഭയങ്കര ഗുണമുള്ള കാര്യമാണ് സാധനം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കൊച്ചിലെ മുതലേ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ വെറുതെ പോകുമായിരുന്നു. വഴിയിലൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെ മരമൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. അതിൻ്റെ ഒരു വാല്യൊന്നും അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സാധാരണ എല്ലാവരും പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുക. അപ്പം എനിക്ക് പക്ഷെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. ഞാനിത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെനിക്ക് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. കണ്ടോ, പഴുത്തിട്ടുണ്ട്. എൻ്റെ കുരു നമ്മൾ മാറ്റി വയ്ക്കാം. ഇത് ഞാനിങ്ങനെ തൊലി പൊളിച്ച് കളയുന്നില്ല, ജസ്റ്റ് സ്പൂണിലെടുത്തിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്കിടും. നമ്മുടെ ഗ്ലാസ്സിലേക്ക് സ്പൂണിലെടുത്തിട്ട് ഇടും. അപ്പം ഞാനിതിങ്ങനെ മൊത്തം ഇടുവാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയും കൂടെ എടുക്കാം. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് എടുക്കാം. എല്ലാവരും സാധാരണ ചെയ്യും പോലെ പാലൊഴിച്ചിട്ടൊന്നും ചെയ്യില്ല. ഞാനിങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് ഇതിങ്ങനെ ഇളക്കി എടുക്കുകയുള്ളൂ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും. പഞ്ചസാര എടുത്തില്ല ഞാൻ അധികം. എനിക്ക് ഷുഗറൊന്നും അധികം ഇഷ്ടമല്ല. ഇതിനെല്ലാം കുറച്ച് ഷുഗറേ ഞാനിടുള്ളൂ. മൊത്തം പോയി, അത് മൊത്തം താഴെ വീണ് പോയി ഷുഗർ മൊത്തം. അപ്പോൾ ഞാനൊരു കുറച്ച് ഷുഗർ എടുക്കും. കുറച്ച് ഷുഗർ എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇവിടെ വേറെ ആരും ഇങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഇത് പാലൊക്കെ ചേർത്തും അല്ലാതെയൊക്കെ ജ്യൂസൊക്കെ ആയിട്ട് അടിച്ചേ പിടിക്കുള്ളൂ. പക്ഷെ എനിക്കിതിങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ തിന്നാനും ഇഷ്ടം കേട്ടോ. അത് ഇതൊരു പീസ് ഇതിപ്പോൾ ഞാൻ വേറെ എടുത്താണ്. വേണം, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ്. ശരി, ഇതാ ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിയാണ്. എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു വേറെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒരു രസത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ അടിക്കും. ശരിക്കും അത് തന്നെ തിന്നുകയാണ് നല്ലത് കേട്ടോ. ഇത്രേ ആക്കുള്ളൂ. എനിക്കിതിൻ്റെ ഈ കഷ്ണം ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ണാക്കിയിട്ട് കഴിക്കും. അടിപൊളിയാണ് കേട്ടോ. അവോക്കാഡോ കിട്ടുമ്പോൾ എന്താ പറഞ്ഞാൽ മിൽക്ക് ചേർത്ത് ജ്യൂസ് അടിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളൂ. ചിലർക്ക് അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇഷ്ടമാവില്ല. അപ്പോഴാണ് പാലൊക്കെ ചേർത്ത് ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റ് അവോക്കാഡോ ഇങ്ങനെ തന്നെ തിന്നുന്ന ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാണ് വൈകുന്നേരത്തെ സ്പെഷ്യൽ.